ഈ സവിശേഷമായ കോണ്ടെക്സ്റ്റിൽ നമുക്കൊരൊറ്റ കാര്യം മാത്രം എടുത്താൽ മതി. അപ്പനോടും അമ്മയോടുമുള്ള ഏതൊരു കുഞ്ഞിൻ്റെയും ഒരു ആശ്രയത്വമുണ്ട് ശൈശവത്തിൽ. പിന്നെ നമ്മളിച്ചിരി പഠിക്കുകയും പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പനും അമ്മയും ഒക്കെ പഴഞ്ചനാവുന്നതും അപ്പൻ്റെ അമ്മയുടെയും അറിവിനൊന്നും വലിയ പ്രാധാന്യമില്ലാതാവും. അല്ലേ? നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അപ്പൻ എന്നാ അറിയും? നമ്മൾ ഈ AI ടൂളൊക്കെ വെച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അതിനോട് ചോദ്യം ചോദിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അമ്മ വന്ന് കഞ്ഞി കുടിക്കുന്നതിനെ കുറിച്ച് അമ്മയ്ക്കെന്തറിയാം? അല്ലേ? അമ്മ വേറെ ലോകത്താണ്, നമ്മൾ വേറെ ലോകത്താണ്. അപ്പൊ നമുക്കിത്തിരി അറിവായി എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് ഈ ആശ്രയത്വം കുറയാണ്. നമ്മളെ വളർത്തിയവരോട്, നമ്മളെ പരിപാലിച്ചവരോട്, നമ്മളെ ജനിപ്പിച്ചവരോട്, നമ്മളുടെ പൂർവികരോട്, അവർ പുലർത്തിപ്പോന്ന സമ്പ്രദായങ്ങളോട്, അവർ പ്രാർത്ഥിച്ചു പോകുന്ന പ്രാർത്ഥനകളോട്, അവർ ആചരിച്ചു പോകുന്ന നോമ്പുകളോട്, അവർ അനുഷ്ഠിച്ചു പോകുന്ന ഉപവാസങ്ങളോട്, അവർ പുലർത്തിപ്പോകുന്ന ദേവാലയത്തോടുള്ള ബന്ധത്തോട് ഒക്കെ ഒരു അവജ്ഞ, അവഗണന, പുച്ഛം, ഇത് കാലഹരണപ്പെട്ടതല്ലേ എന്നൊരു തോന്നൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ലോകപ്രകാരം വളരും തോറും നമ്മുടെ ജീവിതത്തിൽ തോന്നി തുടങ്ങും.